നമുക്കറിയാം പരിശുദ്ധ ഖുർആൻ ഉപയോഗിച്ചുകൊണ്ടുള്ള മന്ത്രം അത് ഇസ്ലാം ദീനിൽ സ്ഥിരപ്പെട്ടതാണ് എന്ന് മാത്രമല്ല ഏറ്റവും ഫലപ്രദമായ ഒരു ചികിത്സാ രീതി കൂടിയാണ് എന്ന് നാം ഓരോരുത്തരും മനസ്സിലാക്കിയേ മതിയാകും. ഇമാം ബുഖാരിയും മുസ്ലിമും അതേപോലെ തന്നെ മറ്റു പല മുഹദ്ദിസീങ്ങളും അവരുടെ സ്വഹീഹുകളിൽ ഉദ്ധരിച്ച ഹദീസിൽ നമുക്ക് കാണാം, അബൂ സഈദ് അൽ ഖുദരി റളിയല്ലാഹു തആല അൻഹു പറയുന്നു, ഒരിക്കലൊരു യാത്രയിൽ അവർ സഞ്ചരിക്കുന്ന പ്രദേശത്തുള്ള ഒരു ഗോത്രത്തിലെ നേതാവിന് വിഷം തീണ്ടി, പാമ്പിൽ നിന്നോ അല്ലെങ്കിൽ തേളിൽ നിന്നോ ശക്തമായ വിഷം. അവർ പലതും പ്രയോഗിച്ചു നോക്കി, ഒന്നും ഫലപ്പെടുന്നില്ല. അപ്പോൾ ഇവരോട് ചോദിക്കപ്പെട്ടു, നിങ്ങളുടെ കൂട്ടത്തിൽ ആരെങ്കിലും മന്ത്രിക്കുന്നവരുണ്ടോ? നിങ്ങൾക്ക് മന്ത്രിക്കാൻ സാധിക്കുമോ? അബൂ സഈദ് അൽ ഖുദരി റളിയല്ലാഹു തആല അൻഹു പറഞ്ഞു, ഞാൻ മന്ത്രിച്ചു കൊള്ളാം. അങ്ങനെ അദ്ദേഹം പറയുന്നത്, ഫഖറഅതു അലൈഹി അൽഹംദുലില്ലാഹ് 7 മറാത്തിൻ. ഞാൻ ആ വ്യക്തിയുടെ മേൽ 7 തവണ അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ എന്ന സൂറത്തുൽ ഫാത്തിഹ പാരായണം ചെയ്തു. ചില റിവായത്തിൽ അങ്ങനെയാണുള്ളത്. ഞാൻ സൂറത്തുൽ ഫാത്തിഹ പാരായണം ചെയ്തു 7 തവണ ആ തേള് കടിച്ച വ്യക്തിയെ, അല്ലെങ്കിൽ പാമ്പിൻ്റെ വിഷം തീണ്ടിയ ആ വ്യക്തിയെ. അങ്ങനെ ഫബറഅ, ആ വ്യക്തിക്ക് സുഖം പ്രാപിച്ചു എന്നാണ്. എത്രത്തോളം എന്ന് ചോദിച്ചാൽ ഇമാം ബുഖാരി റഹ്മഹുല്ല ഉദ്ധരിച്ച ഹദീസിലുള്ളത്, ഫകഅന്നമാ നുശിത മിൻ ഇഖാൽ, ആ വ്യക്തി ഒരു കെട്ടിൽ നിന്ന് മോചിതനായതുപോലുള്ളൊരവസ്ഥയുണ്ടായി. ഫൻതലഖ യംഷി വമാ ലഹു ഖലബ, ഒരു പ്രയാസവുമില്ലാത്ത ഒരു വ്യക്തിയെപ്പോലെ, അതുവരെ അങ്ങനെ ഒരു പ്രയാസം തന്നെ ഇല്ലാത്ത ആളെപ്പോലെ അദ്ദേഹം എഴുന്നേറ്റ് നടക്കുകയുണ്ടായി എന്നാണ്. എന്ന് പറഞ്ഞാൽ ശക്തമായ വിഷം തീണ്ടി 7 തവണ സൂറത്തുൽ ഫാത്തിഹ ഓതി മന്ത്രിച്ചപ്പോൾ ആ വിഷം ഇറങ്ങിപ്പോയി, പൂർണ്ണമായും ആ ഒരു പ്രയാസത്തിൽ നിന്ന് ആ വ്യക്തി മുക്തനായി എന്നാണ് സ്വഹീഹായ ഈ ഹദീസുകളിലൂടെ നമുക്ക് കാണാൻ സാധിക്കുന്നത്. അപ്പോൾ ഇവിടെ നമ്മൾ മനസ്സിലാക്കേണ്ടത്, തേളുപോലെ ഉറുമ്പ്, തേനീച്ച, പാമ്പുകൾ, അതേപോലെ തന്നെ വ്യത്യസ്ത ഇനം വിഷമുള്ള പ്രാണികൾ, ഇഴജന്തുക്കൾ എല്ലാം മനുഷ്യരെ കടിക്കാറുണ്ട്, കുത്താറുണ്ട്. കിടന്നുറങ്ങുമ്പോഴും അല്ലാത്തപ്പോഴും നമ്മുടെ മക്കളെ, നമ്മുടെ വീട്ടിലുള്ള അംഗങ്ങളെ, നമ്മുടെ സുഹൃത്തുക്കളെ എല്ലാവരെയും. അപ്പോഴൊക്കെ പലപ്പോഴും നാം ചിന്തിക്കാറുള്ളത് ഒരു ഡോക്ടറെ അടുക്കൽ പോവുക, അതല്ലെങ്കിൽ വേറെ ഏതെങ്കിലും മരുന്ന് ഉപയോഗിക്കുക എന്നതിനപ്പുറം സൂറത്തുൽ ഫാത്തിഹ എന്ന നമുക്കെല്ലാവർക്കും അറിയാവുന്ന അതുല്യമായ ഈ മന്ത്രത്തെ സംബന്ധിച്ച് പലപ്പോഴും നമ്മൾ ചിന്തിക്കാറില്ല. ഇവിടെ ഒരിക്കലും നാം വിചാരിക്കരുത് മറ്റു ചികിത്സ ചെയ്യേണ്ടതില്ല, ഡോക്ടറുടെ അടുക്കൽ പോവേണ്ടതില്ല എന്ന് പറയുകയല്ല ഇവിടെ. മറിച്ച് തദാവൗ, നിങ്ങൾ ചികിത്സിക്കണമെന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞിട്ടുണ്ട്. അതേ സമയത്ത് സൂറത്തുൽ ഫാത്തിഹ ഓതി ഇത്തരം വിഷം തീണ്ടിയാൽ സൂറത്തുൽ ഫാത്തിഹ ഓതി മന്ത്രിക്കുക. അത് 1 തവണയോ 3 തവണയോ 7 തവണയോ ഒറ്റ തവണകളിലാണെങ്കിൽ, ഒറ്റ സംഖ്യയിലാണെങ്കിൽ വളരെ നല്ലതാണ്. അങ്ങനെ ഓതി മന്ത്രിച്ച് നമ്മൾ ഊതിയാൽ, ഈ പ്രയാസമുള്ള സ്ഥലത്ത് മന്ത്രിച്ച് ഊതി തടവിയാൽ തീർച്ചയായും വളരെ വലിയ ശക്തമായ ഒരു എഫക്റ്റ്, ഒരു പ്രതിഫലനം നമുക്ക് കാണാൻ സാധിക്കും. ആ വിഷം തീണ്ടിയ അവസ്ഥയിൽ നിന്ന് രക്ഷപ്പെടാൻ നമുക്ക് സാധിക്കും. അതേപോലെ തന്നെ ഇബ്നു ഹിബ്ബാൻ റഹിമഹുല്ല അദ്ദേഹത്തിൻ്റെ സ്വഹീഹിൽ ഉദ്ധരിക്കുന്ന ഒരു ഹദീസിൽ നമുക്ക് കാണാം, ഖാരിജ ഇബ്നു സൽത്ത് റളിയല്ലാഹു അൻഹു പറയുന്നു, അദ്ദേഹത്തിൻ്റെ അമ്മാവൻ ഒരിക്കൽ ഒരു യാത്രയിൽ ഒരു സംഘത്തിൻ്റെ അടുക്കലൂടെ കടന്നു പോയപ്പോൾ അവിടെ ഒരാളെ ചങ്ങലക്കിട്ടിരിക്കുന്നു. എന്തുകൊണ്ടാണ്? ഭ്രാന്താണ്. മൂസഖുൻ ഫിൽ ഹദീദ് എന്നാണ്. ആ വ്യക്തിയെ ചങ്ങലയിൽ ബന്ധിപ്പിച്ചിരിക്കുകയാണ് ശക്തമായ ഭ്രാന്തുകൊണ്ട്. അപ്പോൾ ഇവരെ കണ്ടപ്പോൾ അവർ ചോദിച്ചു, നിങ്ങളൊരു പ്രവാചകൻ്റെ അനുയായികളാണെന്ന് കേട്ടു, നിങ്ങളുടെ അടുക്കൽ പുതിയ വല്ല ചികിത്സാ രീതിയും ഉണ്ടാകും, നിങ്ങൾക്കാർക്കെങ്കിലും ഒന്ന് സഹായിക്കാൻ സാധിക്കുമോ ഞങ്ങളുടെ സഹോദരനെ? അങ്ങനെ അദ്ദേഹം പറയുകയാണ്, അഥവാ ഖാരിജ ഇബ്നു സൽത്ത് റളിയല്ലാഹു അൻഹുവിൻ്റെ അമ്മാവും പറയുകയാണ്, ഫഖറഅതു അലൈഹി ബിഫാത്തിഹത്തിൽ കിതാബ്, ഞാൻ സൂറത്തുൽ ഫാത്തിഹ ഓതി മന്ത്രിക്കാൻ തുടങ്ങിയ ആ വ്യക്തിയെ ഫീ സലാസത്തി അയ്യാം, 3 ദിവസം, മറത്തൈനി 2 തവണ, രാവിലെയും വൈകുന്നേരവും. അപ്പോൾ രാവിലെയും വൈകുന്നേരവുമായി 2 തവണ, അതല്ലെങ്കിൽ ഒരേ സമയത്ത് തന്നെ 2 തവണയായി സൂറത്തുൽ ഫാത്തിഹ 3 ദിവസം ഞാൻ ഓതിയപ്പോൾ ഫബറഅ, ആ വ്യക്തിക്ക് സുഖം പ്രാപിച്ചു എന്നാണ്. ചങ്ങലക്കിട്ട ഭ്രാന്തിൽ നിന്ന് ആ വ്യക്തി രക്ഷപ്പെട്ടു എന്നാണ്. പലപ്പോഴും ഭ്രാന്തന്മാരായ ആളുകൾ, മാനസിക വിഭ്രാന്തി, മറ്റു മാനസിക പ്രശ്നങ്ങൾ, അങ്ങനെ ഒരുപാട് വിഷയങ്ങളുണ്ട്. ചുരുക്കത്തിൽ മാനസികമായ പ്രയാസങ്ങൾ ഉണ്ടാകുമ്പോഴും ശാരീരികമായ പ്രയാസങ്ങൾ ഉണ്ടാകുമ്പോഴും, ഇവിടെ ഏതെങ്കിലും ഈ ഒരു 2 കേസിനെ മാത്രമല്ല ഉദ്ദേശിക്കുന്നത്. ആദ്യം പറഞ്ഞത് ശരീരത്തിൽ വിഷം തീണ്ടിയതാണ്, രണ്ടാമത്തേത് മാനസികമായ പ്രശ്നമാണ്.
ഇങ്ങനെ മാനസികമായ പ്രശ്നത്തിനും ശാരീരികമായ പ്രശ്നത്തിനും സൂറത്തുൽ ഫാത്തിഹ ഓതിക്കൊണ്ട് മന്ത്രിക്കുക എന്നത് വളരെ നല്ല ഫലപ്രദമായ ഒരു ചികിത്സാ രീതിയാണ്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ അംഗീകരിച്ചതാണ്. മാത്രമല്ല മൊത്തം പരിശുദ്ധ ഖുർആനിനെ സംബന്ധിച്ച് ഖുർആനിൽ തന്നെ അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞിട്ടുള്ളത് ഷിഫാഉൽ ലിന്നാസ്, ജനങ്ങൾക്കുള്ള ശമനമുണ്ട്, എല്ലാ പ്രശ്നങ്ങൾക്കുമുള്ള ശമനവും പരിഹാരവും അതിലുണ്ട്. അതുകൊണ്ട് രോഗങ്ങൾ, വിഷം തീണ്ടുക, മാനസികമായ പ്രയാസങ്ങൾ ഉണ്ടാവുക, ഇത്തരം സന്ദർഭങ്ങളിലൊക്കെ സൂറത്തുൽ ഫാത്തിഹ ഓതി മന്ത്രിക്കാം. അത് ചിലപ്പോൾ ഒറ്റയടിക്ക് മാറും. നമ്മൾ ആദ്യത്തെ സംഭവത്തിൽ പറഞ്ഞതുപോലെ 7 തവണ ഓതിയപ്പോൾ തന്നെ മാറി. എന്നാൽ ഭ്രാന്ത് മാറിയത് 3 ദിവസം തുടർച്ചയായി മന്ത്രിച്ചപ്പോഴാണ്. ചിലപ്പോൾ അതിനേക്കാൾ കൂടുതൽ ദിവസങ്ങൾ എടുത്തേക്കാം, അതിനേക്കാൾ കുറവെടുത്തേക്കാം. എന്തായിരുന്നാലും ശരി, അത് വളരെയധികം ഫലപ്രദമാണ് എന്ന് മാത്രമല്ല അതൊരു മഹത്തായ ഇബാദത്താണ്. വിശ്വാസികളെ സംബന്ധിച്ചിടത്തോളം അവർ പരിശുദ്ധ ഖുർആൻ ഓതി മന്ത്രിക്കുമ്പോൾ അതിനവർക്ക് വമ്പിച്ചതായ പ്രതിഫലം ലഭിക്കും. അതൊരു ഇബാദത്താണ്. അതോടൊപ്പം മറ്റു ഭൗതികമായ ചികിത്സയും അവർ ചെയ്യട്ടെ. മറ്റു ഭൗതികമായ ചികിത്സകൾ വല്ലതുമുണ്ടെങ്കിൽ ആ ചികിത്സ ചെയ്യാം. ഇസ്ലാം അത് അനുവദിക്കുന്നു എന്ന് മാത്രമല്ല നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അത് പ്രോത്സാഹിപ്പിച്ചിട്ടുണ്ട്. അപ്പോൾ ഭൗതികമായ ചികിത്സയോടൊപ്പം തന്നെ ആത്മീയമായ ഈ ചികിത്സയും ഏറെ ഫലപ്രദമാണ്. പക്ഷേ നമ്മൾ പലപ്പോഴും അതൊക്കെ മറന്നു പോവുകയും നാം സൂറത്തുൽ ഫാത്തിഹ ഓതുന്നതിനെക്കുറിച്ചോ അതല്ലെങ്കിൽ ഖുർആനിലെ മറ്റു അധ്യായങ്ങൾ അല്ലെങ്കിൽ മറ്റു ആയത്തുകളെല്ലാം ഓതി മന്ത്രിക്കാം. സൂറത്തുൽ ഫാത്തിഹ ഏറെ ഫലപ്രദമാണ് എന്ന് മാത്രം, അതല്ലാത്ത സൂറത്തുകളും ഉപയോഗിച്ചുകൊണ്ടും മന്ത്രിക്കാവുന്നതാണ്. ആ മന്ത്രിക്കുന്നതിനെ സംബന്ധിച്ച് നമ്മൾ മറന്നു പോകുന്നു, അല്ലെങ്കിൽ നമ്മൾ അവഗണിക്കുന്നു, മറ്റു മരുന്നുകൾ തേടിപ്പോകുന്നു. യഥാർത്ഥത്തിൽ ഇത് എവിടെ വെച്ചും ഒരു വിശ്വാസിക്ക് ചെയ്യാവുന്നതാണ്. ആരോരുമില്ലാത്തൊരു സ്ഥലത്ത് വെച്ച് നമ്മെ പാമ്പ് കടിച്ചു, അതല്ലെങ്കിൽ നമുക്ക് ഒരു പ്രയാസമുണ്ടായി, സൂറത്തുൽ ഫാത്തിഹ ഓതി സ്വയം മന്ത്രിക്കാം. വിശ്വാസികൾക്കൊക്കെ അറിയാവുന്നതാണ് സൂറത്തുൽ ഫാത്തിഹ. അപ്പോൾ നമുക്കെല്ലാം അറിയാവുന്ന ഏറെ ഫലപ്രദമായ ഈ മരുന്ന് ഉപയോഗിക്കാൻ നമ്മൾ മറന്നു പോകരുത്. അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്കതിനുള്ള തൗഫീഖ് നൽകുമാറാകട്ടെ.